ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു മീനിൻ്റെ തോരനാണ്. മീൻ തോരൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു എന്തോ പോലെ ഒരിത്, പക്ഷെ അങ്ങനെയല്ല, നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. ഏത് മീനെന്ന് കേട്ടാൽ കൂന്തൾ, അതായത് കണവ മീൻ, ഓരോയിടത്തും ഓരോ പേരിൽ അറിയപ്പെടും. അത് ഞാൻ മുന്നേ ഒരു പ്രാവശ്യം ഈ കൂന്തൾ മീനിൻ്റെ കറി ഞാൻ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചായിരുന്നു വീഡിയോയിൽ. പക്ഷേ ഇന്നതല്ല, തോരനാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാനതിന് കുറച്ച് മീനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ എങ്ങനെ മീനിൻ്റെ തോരൻ ഉണ്ടാക്കാം, ഫിഷ് പൊരിയൽ, അതായത് ഫിഷ് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഈ സ്ലാങ് എല്ലാം മാറ്റണത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് തമിഴ് ഫ്രണ്ട്സ് ഉണ്ട്, മലയാളീസ് ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവണമല്ലോ കേൾക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിക്കുന്നത്. പിന്നെ ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ചിക്കനും ഉണ്ടാക്കാം, ചിക്കണിൻ്റെ ഒരു തോരനും ഉണ്ടാക്കാം. തേങ്ങയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ഇതുപോലൊരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സെയിം ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ചേർക്കുന്നത്. മീനിന് പകരം ഫിഷിന് പകരം ചിക്കൻ ആണെന്നേ ഉള്ളൂ. അത് ചിക്കണിനെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത്, അത് എല്ലില്ലാത്ത പീസ്, ബോൺലെസ് ചിക്കൻ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. ഞാൻ കാണിക്കാം എന്തെല്ലാം വേണത്, എങ്ങനെയാണ് വയ്ക്കുന്നതെന്നെല്ലാം ഞാനിന്ന് കാണിച്ചു തരാം. ഇത് ഫിഷ് കറി വേണമെങ്കിൽ നിങ്ങൾ മുൻപേയുള്ള എൻ്റെ വീഡിയോയിൽ പോയി നോക്കിയാൽ മതി. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. കമൻസ് ഒന്നും വരുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല, കമൻസ് ഒന്നും വരുന്നില്ല. കമൻസ് ഇടണം. പിന്നെ എന്തെങ്കിലും ആഗ്രഹമുള്ള ഡിഷുകളുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും എനിക്കറിയാമെന്നുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണെന്ന് കാണാം. ഇതാണ് കണവ മീൻ. ഞാനിത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. ഇതിനെ ഇനി കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. പിന്നെ വേണ്ടത് കുറച്ച് നിറച്ച് കുഞ്ഞുള്ളിയാണ്. അതും ഞാൻ കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഈ ഒരു പരുവത്തിനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് മീൻ. ഇത് മോതിരം പോലെ, റിങ് പോലെ ഇരിക്കും. ഇത് ഞങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ കുഞ്ഞ് കയ്യിലൊക്കെ ഇട്ടിട്ട്, കുഞ്ഞു പ്രായത്തിൽ കയ്യിലൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കഴിക്കുമ്പോൾ. പിന്നെ ഈ ചട്ടിയിലാണ് ഞാൻ ഇത് വയ്ക്കാൻ പോകുന്നത്. ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു, പിന്നെ കുറച്ച് കടുക്, പിന്നെ എന്താ വേണ്ട, പിന്നെ വറക്കാൻ ആവശ്യമുള്ള മുളക്, കടുക് വറുത്തിടാനായിട്ടുള്ള ചുമന്ന മുളകാണ്. ഒരു 2-3 എടുക്കാം, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട്. നമ്മൾ സെയിം തോരൻ വയ്ക്കും പോലെ തന്നെയാണ് ഇത് വയ്ക്കേണ്ടത്. കുറച്ച് മുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്ര എടുത്തിട്ട് ഈ നല്ലവണ്ണം ഈ കടുക് നല്ല പൊട്ടി വരുമ്പോൾ ഈ മുളകും കറിവേപ്പിലയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കണം. നല്ല ഈ മുളകൊന്ന് മൂത്ത് വരുന്ന മണം വരുമ്പോഴത്തേക്ക് നമ്മളടുത്ത് ഈ ചെറിയ ഉള്ളി, നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലോട്ടിടുക. എന്നിട്ട് കുറച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് നിങ്ങളുടെ പാകത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പ്രത്യേകിച്ച് പറയുന്ന, ഈ ചെറിയ ഉള്ളിയിട്ട് മാത്രമേ ഇത് വയ്ക്കാവൂ. വലിയ സവാള ഇട്ട് വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ചെറിയ ഉള്ളിയാണ് ഇതിന് പ്രത്യേകമായിട്ട് ചേർക്കുന്നത്. അത് ചിക്കൻ തോരനായിരുന്നാലും ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത്. ഇത് നല്ല വഴണ്ട് വരുമ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് കൂടെ അതിൻ്റെ അകത്തോട്ടിടണം. കണവ മീൻ അതും കൂടെ അതിലോട്ടിട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഒരു ശകലം പോലും വെള്ളം ഒഴിക്കണ്ട. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണവ മീനിൽ നല്ലവണ്ണം വെള്ളം ഊർന്നിറങ്ങുന്നുണ്ട്. നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നല്ല അതിൻ്റെ വെള്ളം ഇറങ്ങി തന്നെ അത് വേവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വെള്ളം ഒഴിക്കണ്ട ഇതിലോട്ട്. എന്നിട്ട് നല്ലവണ്ണം മൂടി വെച്ച് വേവിക്കണം. പിന്നെ അരയ്ക്കാനുള്ള തോരൻ ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, തേങ്ങ, അതിലോട്ട് കുറച്ച് പെരിഞ്ജീരകം. ഈ പെരിഞ്ജീരകത്തിന് സോമ്പു എന്നും പറയും തമിഴിൽ. അതുകൊണ്ട് കുറച്ച് ഇത്തിരി നല്ല രീതിയിൽ തന്നെ 1-1.5 സ്പൂൺ പെരിഞ്ജീരകം ചേർക്കണം. അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ തോരന്. അതിൽ കൂടെ പിന്നെ വേണ്ടത് ഈ തേങ്ങയും പെരിഞ്ജീരകവും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, അത് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. വെളുത്തുള്ളിയുടെ തോട് കളയണ്ട, പുറത്തുള്ള പാട പോലത്തെ അത് മാത്രം കളഞ്ഞാൽ മതി. പിന്നെ ഞാൻ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കും വെളുത്തുള്ളി. പിന്നെ ചിലർ ഇഞ്ചി ചേർക്കുന്നവരും ഉണ്ട്. ഇഞ്ചിയൊന്നും ഇതിൽ ആവശ്യം വേണമെങ്കിൽ ഇടാം, ടേസ്റ്റ് അപ്പോൾ വേറൊരു ടേസ്റ്റാവും. ഇതൊരു ടേസ്റ്റ്. ഇഞ്ചി ഞാൻ ചേർക്കത്തില്ല ഇതിൽ, വെളുത്തുള്ളി മാത്രമാണ് ചേർക്കുന്നത്.
അതുകൊണ്ട് വെളുത്തുള്ളി നല്ല രീതിയിൽ ഒരു 4-5-6 പീസ് എടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് അതിലോട്ട് അരയ്ക്കാനായിട്ട് ഈ മസാലയിലോട്ടൊന്നിട്ട് ഇനി ഞാൻ ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട്. വെള്ളം ഫുള്ള് വറ്റി തീരുമ്പോഴാണ് ഇത് നല്ല രീതിയിൽ പാകമായി എന്നർത്ഥം. ഇപ്പം തന്നെ ചെറിയ ഉള്ളിയും ആ വെളിച്ചെണ്ണയുടെ മണവും കൂടെ കൊണ്ട് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പം നല്ല മണം വന്നു. ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പം നല്ല ഇളക്കിയെടുക്കുക. ഇതാണ് അതിൻ്റെ ഒരു പരുവം. നല്ല വെള്ളമൊക്കെ വറ്റി മീനിൽ പിടിച്ച് നല്ല മീൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മസാല അതിലോട്ടിടാം. മസാല ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും ഉപ്പൊക്കെ പാകത്തിന്. ഇതിൽ കുരുമുളക് പൊടി ഒന്നും ചേർക്കത്തില്ല. ഇത്ര ഐറ്റങ്ങളേ ഉള്ളൂ. ഇതിൽ നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വേവാൻ, ഒന്ന് ഇതിൻ്റെ ഈ തേങ്ങയുടെ ഒന്ന് ചാറിറങ്ങാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കണം. ഒന്നുകൂടെ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. ഒന്ന് മൂടി വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല പാകത്തിന് കറക്റ്റായിട്ടിരിക്കും. ഇപ്പം നല്ല ഒരു മണവും നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇതൊന്ന് സെർവ് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റുണ്ട്. അടിപൊളിയാണ്. ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് നല്ലതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ പെരിഞ്ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ്, എന്തോ ഒരു ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ വരുന്നുണ്ട്. പെരിഞ്ജീരകം ചേർത്തുകൊണ്ടായിരിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് വെച്ച് ഊണ് കഴിക്കട്ടെ. ഇന്ന് വലിയ അധികം കറികളൊന്നും ഇല്ല. ഉച്ചയ്ക്ക് ഇന്നലത്തെ കാരമീൻ അത് ഇന്നലെ വെച്ചതാണ്. കുറച്ച് നല്ല വറ്റിച്ചെടുത്തു. അത് നല്ല ടേസ്റ്റുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ അച്ചാർ, പിന്നെ ഈ കണവത്തോരൻ, പിന്നെ കുറച്ച് സാമ്പാർ. ഇന്ന് വെജിറ്റബിൾ കറി ഒന്നും വെച്ചില്ല ഞാൻ. ഇതൊക്കെ കൂടെ ഒന്ന് നല്ല ഭയങ്കര ടേസ്റ്റ്. ഈ മീനും ഒക്കെ നല്ല ടേസ്റ്റുണ്ട്. നിങ്ങളിതൊന്ന് വച്ച് നോക്കണം. വച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം എങ്ങനെയുണ്ടെന്ന്. ഇതുപോലത്തെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചിക്കനും വയ്ക്കാം, ഇങ്ങനെ തോരനായിട്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ എപ്പോഴും പറയുന്നത് തന്നെയാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ്. ബൈ.